കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വ്യത്യസ്തമായ ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. കൊച്ചി ഹാസ്യവേദി ട്രൂപ്പിലെ പ്രമുഖ മിമിക്രി ആർട്ടിസ്റ്റായ ടി പ്രശാന്താണ് ഇത്തവണ കോൺഗ്രസിന് വേണ്ടി അത്താണിക്കൽ വാർഡിൽ മത്സരിക്കുന്നത്. ഈ പാരഡി ഗാനങ്ങളൊക്കെ വലിയ തോതിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പായ പിന്നെ എല്ലാ പാട്ടിൻ്റെ ഏറ്റവും പുതിയ പാട്ടിൻ്റെ പാരഡി ഇറക്കുക എന്നുള്ളതാണ് ഓരോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ഫസ്റ്റ് ലക്ഷ്യമെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഈ പാരഡി ഗാനങ്ങളും മിമിക്രിയും റീലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായിട്ടുള്ള പ്രശാന്തിനെയാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിനധികം വേദികളിൽ കാണികളെ പിടിച്ചിരുത്തിക്കൊണ്ട് മിമിക്രി അവതരിപ്പിച്ച ഒരു മിമിക്രി താരം ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ടി പ്രശാന്താണ്. അത് എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്കൊക്കെ വരുന്നത്? ഞാൻ ഇതിനു മുൻപ് ഒരുപാട് റീലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഇവിടെ തിരിഞ്ഞാലും ബംഗാളി എന്നീ സോങ്ങുകളൊക്കെ ആയിട്ട് കലാരംഗത്ത് സജീവമാണ്. റോട്ടിലുള്ള മാലിന്യത്തിൻ്റെ, അതുപോലെ മരം മുറിച്ച് മാറ്റാനുള്ളതിൻ്റെ, അതുപോലെ തന്നെ നടപ്പാതയിലുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അങ്ങനെയുള്ള റീലുകളൊക്കെ ചെയ്തു. അത് വളരെ സ്വീകാര്യത കിട്ടി. അതായത് ഒന്നും അല്ലാത്ത സ്ഥിതിയിൽ നിന്ന് ഞങ്ങൾ ഈ റീൽ ചെയ്തിട്ട് നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ള, അപ്പോൾ അതുകൊണ്ട് ഒരു കൗൺസിലറായിട്ട് ഒരു അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റും. എല്ലാവരുടെ സപ്പോർട്ടും എല്ലാവരോടും ആൾക്കാർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, ചെല്ലുമ്പോൾ ഇന്ന ആളാണ് എന്നൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വോട്ടായി മാറുന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. വോട്ടായി മാറുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ പോസിറ്റീവ് ആണല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വോട്ടായിട്ട് തന്നെ മാറുന്ന തന്നെ ശുഭപ്രതീക്ഷയാണ്. ഇവിടുത്തുകാരനാണ്, ഇവിടുത്തെ നാടിനെ പറ്റി ഏറെക്കുറെ എല്ലാം അറിയാം. അപ്പോൾ എത്തരത്തിലുള്ള വികസന പദ്ധതികളൊക്കെ കൊണ്ടുവരാനുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് ജയിച്ചു കഴിഞ്ഞാൽ? ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ വന്ന വഴി തന്നെ ഉണ്ടല്ലേ, അവിടെയൊക്കെ കുണ്ടും കുഴിയാണ്. ഇപ്പോൾ 5 വർഷത്തിലേറെ. അപ്പോൾ ആ കുണ്ടും കുഴിയും കണ്ടിട്ട് ഞങ്ങൾ പാട്ടിറക്കിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ സ്ഥാനാർത്ഥി ആയതിനു ശേഷം ഇറക്കില്ല, അതിന് മുൻപ് ഇറക്കിയിട്ടുണ്ട്. റൊട്ടിയിലിറങ്ങി നടക്കണമെങ്കിൽ ചാടാനാദ്യം പഠിക്കണം, വണ്ടിയും കൊണ്ടൊന്ന് പോകണമെങ്കിൽ അഭ്യാസങ്ങൾ അറിയണം, ടാക്സ് കൊടുക്കണ വണ്ടിയുമായിട്ട് റൊട്ടിയിലിറങ്ങാൻ പറ്റണില്ല, നേരാണേ ഇത് നമ്മുടെ വാർഡാണേ. നമ്മുടെ ഈ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടുതൽ സഹായിക്കുന്ന പാട്ടുകളിലൂടെയും കോമഡികളിലൂടെയാണ്. അപ്പോൾ അതുപോലെ നേരത്തെ ചെയ്തിട്ടുള്ള റീലുകളെ പറ്റി പറഞ്ഞു. അത്തരത്തിൽ സ്വീകാര്യത നേടി അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അത്തരത്തിൽ ചെയ്തിട്ട് എന്നുള്ള റീലുകളും മറ്റും ഏതൊക്കെയായിരുന്നു? അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് കാരപ്പറമ്പ് നടപ്പാത. ഫുട്പാത്തിൽ തന്നെ ഒരു KSEB, ഒരു ജിയോൻ്റെ പോസ്റ്റ്, ഒരു ക്യാമറേൻ്റെ വലിയൊരു ചതുരപ്പെട്ടി, അതിനിടയിൽ ഒരു സർവേ കുറ്റി. അതാണ് ഞങ്ങൾ അന്ന് ചെയ്തിട്ടുള്ള 8 അല്ലെങ്കിൽ 88 വേണതിലേ പോകണമെന്നുള്ള റീല്. അപ്പോൾ ആ റീലിന് വളരെ സ്വീകാര്യത കിട്ടി. അത് മാത്രമല്ല അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഞങ്ങൾ അവിടെ ഒരു റീൽ ചെയ്തു, നമ്മുടെ കോമഡി വൽക്കരിച്ചിട്ട് റീൽ ചെയ്തു. അതിൻ്റെ കറക്റ്റ് മൂന്നാമത്തെ ദിവസം നമ്മുടെ മന്ത്രിയുടെ നിർദ്ദേശത്താൽ അവിടുത്തെ PWDയുടെ കുറ്റി അത് മുറിച്ച് മാറ്റി. ഇപ്പം പോയി നോക്കിയാൽ കാണാം, അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഗാനങ്ങളും പാരഡി ഗാനങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, പ്രചരണത്തിന് കഴിഞ്ഞ തവണയൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രചരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിട്ടപ്പെടുത്തി. അപ്പോൾ ഇത്തവണ മറ്റുള്ളവർക്ക് വേണ്ടി ചിട്ടപ്പെടുത്താൻ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നത്. അപ്പം പിന്നെ അതിൻ്റെ തിരക്കിലായിപ്പോയി. മിമിക്രി കാണിക്കാൻ പറയുമ്പോൾ എന്താ ചെയ്യാ? അവളുണ്ടല്ലോ, അവൾ നിന്റെ കൊണ്ട് പോകണ പുലി പതുക്കുന്നത് വെറുതെ അല്ല, കുതിക്കാനാണ്. ഒരു പാട്ടാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം, ഇന്ന് ലഹരിതൻ താവളമായി കേരളം. കൗമാരം കലിപ്പിലല്ലേ, ലഹരിതൻ പിടിയിലല്ലേ, എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക്, എങ്ങോട്ടാണ് ഈ കാലത്തിൻ പോക്ക്. ഏതായാലും നിലവിൽ BJPയുടെ കയ്യിലുള്ള സീറ്റ് തിരിച്ചു പിടിക്കാൻ ചെറിയ മിമിക്രികളും അതുപോലെ സംഗീതവും ഒക്കെയായി വലിയ ഒരു തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥിയായ പ്രശാന്ത്. അരുൺ കിഷോറിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.